സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മളെ മൊഡ്യൂൾ 3 ആണ്. സെറിബെല്ലം ആൻഡ് ബേസൽ ഗാംഗ്ലിയ എന്നാണ് നമ്മളെ ഈ ഒരു മൊഡ്യൂളിന്റെ പേരായിട്ട് വരുന്നത്. സോ ഇതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സെറിബെല്ലം എന്താ, നമ്മളെ സെറിബെല്ലത്തിന്റെ മേജർ ഫങ്ഷൻസ് എന്താ, അതുപോലെ തന്നെ ബേസൽ ഗാംഗ്ലിയ എന്നുള്ളൊരു ഏരിയ എങ്ങനെ വരുന്നു, അതിന്റെ ഒരു മേജർ ആയിട്ടുള്ള ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ എന്താ, ഏതൊക്കെ ഏരിയയാണ് മേജർ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നമ്മൾ മേജർ ആയിട്ട് നോക്കുന്നത്. സോ നമുക്ക് അതിലേക്ക് ഫസ്റ്റ് ടോപ്പിക്കിൽ തന്നെ വരാം. സെറിബെല്ലം എന്താ, അതിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രോ ആണ് അവിടെ പറയുന്നത്. Cerebellum. It is part of your brain that helps coordinate and regulate wide range of functions and processes in both your brain and body. Cerebellum എന്ന് പറയുന്നത് എന്താ, നമ്മളൊരു മോട്ടോർ ഫങ്ഷൻസും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനും അതുപോലെ നമ്മളെ ബ്രെയിനിലും ബോഡിയിലും ഒരുപാട് ഫങ്ഷൻസും കാര്യങ്ങളും ഇനീഷ്യേറ്റീവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ദെൻ അതിനെ പറ്റിയിട്ട് നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. While it's very small compared to your brain overall, it holds more than half of the neurons, cells that wake up your nervous system in your whole body. നമ്മളൊരു ബ്രെയിനത്തെ ഓവറോൾ ഒരു ഹാഫ് ഓഫ് ദ ഏരിയയും ന്യൂറോൺസ് എവിടെ ഉണ്ട്, നമ്മളൊരു സെറിബെല്ലത്തിൽ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. Cerebellum is a part of your brain located at the back of your head, just above behind where your spinal cord that connects your brain itself. The name cerebellum comes from Latin means little brain. എന്താണ്, ഒരു ലിറ്റിൽ ബ്രെയിൻ ആണ് നമ്മളെ. ഒരുപാട് ന്യൂറോൺസും കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ കൂടി അവിടെ എന്താ, ഒരു ലിറ്റിൽ ബ്രെയിൻ എന്നുള്ള രീതിയിലാണ് അവിടെ പറയുന്നത്. എന്താ, നമ്മളെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്താ, ഇവിടെ ആയിട്ടാണ് നമ്മളെ സെറിബെല്ലം വരുന്നുണ്ടാവുക. സ്പൈനൽ കോഡും ബ്രെയിനായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഏരിയ. നമ്മളെ ലാറ്റിൻ വേർഡ് എന്നാണ് എന്ത്, നമ്മളെ ഒരുപാട് വേർഡ്സ് ഇപ്പൊ ബയോളജിക്കലി അല്ലെങ്കിൽ സൈക്കോളജിക്കലി ഉള്ള ഒരുപാട് വേർഡ്സ് മേജറായിട്ട് ലാറ്റിൻ, ഗ്രീക്ക്, റോമൻ അങ്ങനത്തെ ഒക്കെ ഇതെന്നായിരിക്കും എന്ത് മേജറായിട്ട് വരുന്നുണ്ടായിരിക്കുക. സോ അതുപോലെ തന്നെ ഏതാ, നമ്മളിപ്പോ സെറിബെല്ലം മേജറായിട്ട് നമ്മളെ ഹിൻഡ് ബ്രെയിനിന്റെ ഭാഗമായിട്ടാണ് എന്ത് നമ്മളെ സെറിബെല്ലം വരുന്നുണ്ടായിരിക്കുക. ഈ ഒരു ഏരിയയിലാണ് അവിടെ ലൊക്കേഷനും പറഞ്ഞിട്ടുള്ളത്. For centuries, scientists believed your cerebellum's jobs want to coordinate your muscle movements. Advances in technology have shown that your cerebellum does much more than that. ഏതാണ്, നമ്മളെ ഒരു സെഞ്ചുറീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് പഴയ കാലത്തെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താ പറഞ്ഞത്, സെറിബെല്ലം എന്ന് പറയുന്നത് മേജർ ആയിട്ട് വരുന്നത് നമ്മളെ മസിൽ കോർഡിനേഷനിലും കാര്യങ്ങളിലാണ് മേജർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ നോക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് സെഞ്ചുറീസ് ആയിട്ട് പറയുന്നത്. ബട്ട് അത് മാത്രമല്ല, നമ്മളൊരു റീസെന്റ് സ്റ്റഡീസ് അല്ലെങ്കിൽ പുതിയ പുതിയ സ്റ്റഡീസ് ഒക്കെ പറയുന്നത് എന്താന്ന് വെച്ചാൽ സെറിബെല്ലം മസിൽ കോർഡിനേഷൻ മാത്രമല്ല, അല്ലെങ്കിൽ മസിൽ മൂവ്മെന്റ്സ് മാത്രമല്ല, അതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ദെൻ ദർ ഈസ് മച്ച് ദാറ്റ് scientists are still trying to understand about the cerebellum, including all the ways it works with the rest of your nervous system. ഏതാണ്, നമ്മളെ സെറിബെല്ലത്തിനെ പറ്റിയിട്ട് ഇപ്പോഴും അനാലിസിസും കാര്യങ്ങളും അല്ലെങ്കിൽ റിസർച്ചുകളും കാര്യങ്ങളൊക്കെ സയന്റിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏതാ, നമ്മളെ ബാക്കിയുള്ള നെർവസ് സിസ്റ്റത്തിനായിട്ട് എന്താ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിലൊക്കെ എന്തൊക്കെ റോൾ ഉണ്ട് എന്നുള്ളൊരു കാര്യങ്ങളും ഇതിൽ മേജറായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. സോ നമുക്ക് അതിന്റെ നെക്സ്റ്റ് സെറിബെല്ലത്തിന്റെ ലൊക്കേഷൻ എവിടെയായിട്ടാണ് വരുന്നത് എന്നുള്ളൊരു കാര്യം നോക്കാം. വേർ ഈസ് ദ സെറിബെല്ലം ലൊക്കേറ്റഡ്, അതാണ് ഇതിന്റെ നെക്സ്റ്റ് ഒരു പാർട്ടായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. The cerebellum The cerebellum is the largest structure of hindbrain and can be found in the back portion of the skull, below the temporal and occipital lobes and behind brainstem. ഏതാ, നമ്മളതിൽ പിക്ചർ റെപ്രസെന്റേഷൻ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ബ്രെയിൻ സ്റ്റെമ്മിന്റെയും അതുപോലെ ഓസിപിറ്റൽ ലോബിന്റെയും ടെമ്പോറൽ ലോബിന്റെ താഴത്തെ ഭാഗമായിട്ടാണ് എന്ത് മേജറായിട്ട് ഈ ഒരു ഏരിയ വരുന്നത് എന്നാണ് പറയുന്നത്. ദെൻ ഏതാണ്, നമ്മളെ ഹിൻഡ് ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹിൻഡ് ബ്രെയിൻ, ഫോർ ബ്രെയിൻ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിരുന്നു. അതിലത്തെ ഏറ്റവും വലിയൊരു പോർഷൻ ആണ് എന്ത് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. ദെൻ when looking at the brain the cerebellum looks much a smaller structure separate from the brain on beneath hemisphere of the cerebral cortex. നമ്മളെ ബ്രെയിനിലേക്ക് നോക്കുമ്പോ എന്താ, നമ്മളെ കണ്ടോ ഈ ഒരു കളർ തന്നെ ന്യൂറോൺസിന്റെ ഇതൊന്നും വിട്ടിക്കണ പോലെ വേറെ ഒരു സംതിങ് എക്സെപ്ഷണൽ ആയിട്ടാണ് നമുക്ക് അവിടെ കാണുന്നുണ്ടായിരിക്കുക. അപ്പൊ ഏതാ, ബ്രെയിനിക്ക് നോക്കുന്ന ഒരു ടൈമിൽ സെറിബെല്ലം സെപ്പറേറ്റ്ലി നിൽക്കുന്ന പോലെയാണ് തോന്നുന്നുണ്ടാവുക.
ദെൻ ഏതാണ് നമ്മളൊരു സെറിബ്രൽ കോർട്ടെക്സിന്റെ ഒരു താഴെ ഒരു ഹെമിസ്ഫിയർ ഷേപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനെ കാണപ്പെടുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ജസ്റ്റ് ഇതിന്റെ ലൊക്കേഷൻ നമ്മളൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ദ സെറിബെല്ലം കൺസിസ്റ്റ് ഓഫ് എ കോർട്ടെക്സ് covering white matter as well as a ventricle filled with fluid. It is also divided into two hemispheres like the cerebral cortex. ഏതാ അവിടെ സെറിബെല്ലത്തില് കോർട്ടെക്സ് കവറിങ്ങും വൈറ്റ് മാറ്ററും വരുന്നുണ്ട്. തന്നെ അതുപോലെ തന്നെ എന്താ ഇതൊരു സെറിബ്രൽ കോർട്ടെക്സ് ആയിട്ട് രണ്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദ മെയിൻ ടു പാർട്സ് ഓഫ് സെറിബെല്ലം, അതിന്റെ സെറിബെല്ലത്തിന്റെ മേജർ ആയിട്ടുള്ള രണ്ട് പാർട്സ് ഏതൊക്കെയാന്നുള്ളതാണ് പറയുന്നത്. സെറിബെല്ലാർ കോർട്ടെക്സ് ദെൻ സെറിബെല്ലാർ ന്യൂക്ലി. Cerebellar cortex means a layer of folded tissue containing most of the cerebellum's neuron. ഏതാ നമ്മൾ ഈ ഒരു സെറിബെല്ലർ കോർട്ടെക്സ് എന്ന് പറയുന്നത് ഏതാ ഒരു ഫോൾഡഡ് ടിഷ്യൂ ആണ്. എന്ത് സെറിബെല്ലത്തിന്റെ മോസ്റ്റ് ഓഫ് ദ ന്യൂറോൺസും ഈ ഒരു ഏരിയയിലായിട്ടാണ് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് വൺ ഈ സെറിബെല്ലർ ന്യൂക്ലൈ, ദ ഇന്നർമോസ്റ്റ് പാർട്ട് ഓഫ് ദ സെറിബെല്ലം കണ്ടെയ്നിങ് നെർവ് സെൽസ് ദാറ്റ് കമ്മ്യൂണിക്കേറ്റ് ഇൻഫർമേഷൻ ഫ്രം ദ സെറിബെല്ലം. നമ്മളെ സെറിബെല്ലർ ന്യൂക്ലി എന്ന് പറഞ്ഞാൽ ന്യൂക്ലി അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്നൊക്കെ പറയുമ്പോൾ എന്താ ഒരു സെൻട്രൽ പോർഷൻ ആ ഒരു ഏരിയ ആയിട്ടാണ് വരുന്നുണ്ടാവുക. ഇതെന്താന്ന് വെച്ചാൽ നമ്മളെ ഒരു സെറിബെല്ലം കണ്ടെയ്നിങ് എന്താ ഒരു നെർവ് സെല്ലും അതുപോലെ സെറിബെല്ലത്തിന്റെ കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഫോം ചെയ്യുന്നതിൽ ഈ സെറിബെല്ലർ ന്യൂക്ലിയക്ക് വലിയൊരു റോള് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അതിന്റെ നെക്സ്റ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാ എന്നുള്ളൊരു കാര്യം കൂടിയാണ് അവിടെ പറയുന്നത്. സോ നമുക്ക് അതിന്റെ ഫങ്ഷൻസ് മേജർ ആയിട്ട് എന്തൊക്കെ വരുന്നുണ്ട് എന്ന് നോക്കാം. The cerebellum receives information from other regions of the brain and nervous system, including brainstem, spinal cord and cerebrum. സെറിബെല്ലം അല്ലെങ്കിൽ നമ്മളെ ഹിൻബ്രെയിൻ്റെ ഈ ഏറ്റവും വലിയൊരു പോർഷൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ എന്താണ് നമ്മളെ മറ്റുള്ള ഒരു ഏരിയയിൽ നിന്ന് ഇൻഫർമേഷനും കാര്യങ്ങളും കളക്ട് ചെയ്യും, മറ്റുള്ള റീജിയൻസിൽ നിന്ന് കളക്ട് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താ വേറെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ അവിടെ എന്ത് ചെയ്യുന്നു നമ്മളെ ബ്രെയിൻ സ്റ്റെമ്മ്, സ്പൈനൽ കോഡ്, സെറിബ്രം ഇവിടുന്നൊക്കെ എന്ത് ചെയ്യാണ് ഇൻഫർമേഷൻസും കാര്യങ്ങളും കറക്റ്റ് ചെയ്തിട്ട് കളക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ദിസ് ഇൻകമിങ് ഇൻഫർമേഷൻ ഈസ് വെൻ യൂസ്ഡ് ബൈ ദ സെറിബെല്ലം ടു കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ വോളണ്ടറി മൂവ്മെന്റ്സ്. എന്താണ് നമ്മളെ ഈ ഒരു കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു അവിടെ നമ്മൾ വോളണ്ടറി മൂവ്മെന്റ്സ് ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് എപ്പോഴും പറയുന്നതാ. വോളണ്ടറി മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുന്ന ഒരു ഇത് ഇപ്പൊ നമ്മളെ കൈകാലിന്റെ അനക്കങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വോളണ്ടറി മൂവ്മെന്റ്സിലാണ് വരുന്നത്. ദ സെറിബെല്ലം ഈസ് ലൈക്ക് എ മിനി ബ്രെയിൻ വെൻ ഇറ്റ് കംസ് ടു മൂവ്മെന്റ് ആൻഡ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ കോർഡിനേഷൻ, പോസ്ചർ ആൻഡ് ബാലൻസ് ആസ് വെൽ ആസ് ഇൻ സ്പീച്ച്, എ നമ്പർ ഓഫ് ഇമ്പോർട്ടന്റ് മെന്റൽ പ്രോസസ്സസ്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ റിസർച്ചേഴ്സ് നേരത്തെ പറഞ്ഞിരുന്നു മൂവ്മെന്റിന്റെ കാര്യത്തിൽ മാത്രമാണ് റോൾ എന്നുള്ളൊരു സംഭവത്തിനെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ പൊളിച്ചെഴുതുന്ന ഒരു ഫംഗ്ഷനാണ് ഇപ്പൊ നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ളത്. വെറും മൂവ്മെന്റിൽ മാത്രമല്ല, അതർ ദാൻ ദാറ്റ് ഏതൊക്കെയാണ് കോർഡിനേഷൻ, പോസ്ചർ, ബാലൻസ്, അതുപോലെ തന്നെ ഏതാ സ്പീച്ച്, പിന്നെ ഇമ്പോർട്ടന്റ് മെന്റൽ പ്രോസസ്സുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ സെറിബെല്ലത്തിന് മേജർ ആയിട്ടുള്ള റോൾ ഉണ്ട്. സെറിബെല്ലം ദാറ്റ് മീൻസ് നമ്മളൊരു മിനി ബ്രെയിൻ ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ കോർഡിനേഷൻ, പോസ്ചർ, ബാലൻസ്, സ്പീച്ച്, പിന്നെ ഒരുപാട് ഇമ്പോർട്ടന്റ് മെന്റൽ പ്രോസസ്സുകളിലും മേജർ ആയിട്ട് ഇവരുടെ ഫങ്ഷൻസ് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. സോ നമുക്ക് അതിനെ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയി നോക്കിയിട്ട് ഇനി ഏതൊക്കെയാണ് അതിന്റെ ഫങ്ഷൻസ്, അല്ലെങ്കിൽ ആ ഫങ്ഷൻസ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും ആ ഒരു കാര്യങ്ങൾ, പിന്നെ അതുപോലെ അതിന്റെ ഇന്നർ ലെയറിൽ അല്ലെങ്കിൽ ഇന്നർ ഏരിയയിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് മേജർ ആയിട്ട് പറയുന്നത്. ഇത്ര ഒരു ഭാഗമായിരിക്കും നമ്മൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ടിൽ കവർ ചെയ്യുന്നത്. സെക്കൻഡ് വീഡിയോ ആയിട്ടായിരിക്കും ബേസൽ ഗാംഗ്ലിയനെ പറ്റിയിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ബാലൻസ് ആൻഡ് പോസ്ചർ, മെന്റൽ ഫങ്ഷൻ, മൂവ്മെന്റ്, മോട്ടോർ ലേണിംഗ്, വിഷൻ. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ എന്താ കോർഡിനേറ്റിംഗ് ദ ബോഡീസ് വോളണ്ടറി മൂവ്മെന്റ്സ്. മൂവ്മെന്റ് ഈസ് എ കോംപ്ലക്സ് പ്രോസസ് ദാറ്റ് റിക്വയർസ് എ നമ്പർ ഓഫ് ഡിഫറെന്റ് മസിൽ ഗ്രൂപ്പ്സ് വർക്കിംഗ് ടുഗദർ. മൂവ്മെന്റ് എന്താ ഒരു കോംപ്ലക്സ് പ്രോസസ് ആണ്. അവിടെ എന്താ ഒരു നമ്പർ ഓഫ് വർക്കിംഗ് മസിൽസ് അല്ലെങ്കിൽ ഡിഫറെന്റ് മസിൽ ഗ്രൂപ്പ്സ് എന്ത് ചെയ്യണം ഒരുമിച്ച് വർക്ക് ചെയ്താലാണ് അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ.
Consider how many muscle groups are involved in the process of walking, running or throwing a ball. എന്താ ഏതൊക്കെ മസിൽ ഗ്രൂപ്പ്സ് ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആവുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളെ വാക്കിങ്ങിലും റണ്ണിങ്ങിലും ത്രോയിങ് എ ബോൾ ഒരു ബോൾ എറിയുന്നതിലൊക്കെ വരുന്നുണ്ടാവുക എന്നാണ് പറയുന്നത്. While the cerebellum is not thought to initiative movement, this part of brain helps organize all the actions of muscle groups involved in a particular movement to ensure that the body is able to produce a fluid coordinated movement. നമ്മളെ സെറിബെല്ലാണ് എന്ത് ഈ ഒരു മൂവ്മെന്റിനും ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾക്കും ഇപ്പൊ നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ട് ഒരു സ്ഥലത്തേക്ക് നടക്കണം അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ ഇതാക്കിയിട്ട് നമുക്കൊരു ബോൾ ത്രോ ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു കാര്യത്തേക്ക് നമ്മൾ ഓടണം. എന്തെങ്കിലും പാൻഡമിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓടാൻ കഴിയണം. ആ കാര്യങ്ങളിനൊക്കെ ഓവറോൾ ടു അവർ ബോഡി നമ്മളെ എല്ലാ മൂവ്മെന്റും കാര്യങ്ങളും ഇതാക്കുന്നതിൽ ആർക്കൊരു റോൾ ഉണ്ട്? നമ്മളെ സെറിബെല്ലത്തിന് വലിയ ഒരു റോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ എന്താ നമ്മൾ ഈ ഒരു മൂവ്മെന്റും കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് എന്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കറക്റ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് പോകുന്നത്. ദിസ് ഇൻക്ലൂഡ്സ് ഐ മൂവ്മെന്റ്സ് ആൻഡ് മൂവ്മെന്റ്സ് അസോസിയേറ്റഡ് വിത്ത് സ്പീക്കിംഗ്. പിന്നെന്താ ഐ മൂവ്മെന്റ്സിന്റെയും അതുപോലെ തന്നെ മൂവ്മെന്റ്സ് അസോസിയേറ്റഡ് വിത്ത് സ്പീക്കിങ്ങിലും വലിയൊരു റോള് ഇതാക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയാണ് അവിടെ പറയുന്നത്. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് നമ്മളെ സൈക്കോളജി റിലേറ്റഡ് നമ്മളെ സെക്കൻഡ് വൺ ആയിട്ടുള്ള ഫങ്ഷൻ മെന്റൽ ഫങ്ഷൻസ്. റിസർച്ചേഴ്സ് ബിലീവ് ദ cerebellum plays a role in thinking, including processing language and mood, well as attention, fear response, and pleasure or reward response. നമ്മളൊരു കൊഗ്നിഷനിൽ അങ്ങനെ തന്നെ നമുക്ക് പറയാം. നമ്മളെ തോട്ട്, തിങ്കിങ്, ലേണിങ്, ലാംഗ്വേജ് പ്രോസസ്സിങ് അതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതൊക്കെ വരിക നമ്മളെ ഇതിൽ മാത്രമല്ല. അല്ലാതെ നമ്മൾ വെറും ഒരു മൂഡ് സ്വിങ്ങോ അല്ലെങ്കിൽ മൂഡ് ഇറിഗേഷനിലോ മാത്രമല്ല നമ്മളെ മെന്റൽ പ്രോസസ്സിന്റെ അണ്ടറിൽ നിന്ന് മാത്രം വരുന്നുണ്ടാവുക. നമ്മളെ ലേണിങ്ങും ലാംഗ്വേജും ഇന്റലിജൻസും എല്ലാ കാര്യങ്ങളും എന്താണ് നമ്മളെ മെന്റൽ ഫങ്ഷൻസിന്റെ അണ്ടറിലാണ് വരിക. അപ്പൊ അതുപോലെ തന്നെ ഫിയർ റെസ്പോൺസ്, അറ്റൻഷൻ, കോൺസെൻട്രേഷൻ ആ കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ സെറിബെല്ലത്തിന് മേജർ ആയിട്ടുള്ള ഒരു റോള് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ബാലൻസ് ആൻഡ് പോസ്ചർ. In order to understand the important role that the cerebellum plays, it can be helpful to look at what happens the function of this body part of the brain impaired. ഏതാ നമ്മളെ ഈ ഒരു ഇമ്പോർട്ടന്റ് റോൾ എന്തിലുണ്ട്? നമ്മളെ ഫങ്ഷനിലും അതുപോലെ തന്നെ ബ്രെയിൻ ബാലൻസ് ആൻഡ് പോസ്റ്ററിൽ സെറിബെല്ലത്തിന് വലിയൊരു റോള് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. Drinking alcohol, for example, has an immediate effect on cerebellum and leads to disruption in the body's coordination and movements. ഈ ഒരു ഏരിയ ഇമ്പയർഡ് ആയി കഴിഞ്ഞാലാണ് അല്ലെങ്കിൽ സെറിബെല്ലത്തിന്റെ ഒരു ഏരിയ ഫംഗ്ഷൻ കറക്റ്റ് ആയിട്ട് വന്നില്ലെങ്കിലാണ് നമുക്ക് അതിന്റെ ഒരു എഫക്റ്റ് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവും. ഇപ്പോൾ ബൈ ചാൻസ് നമ്മളൊരു കഴിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്താ ആൽക്കഹോൾ കഴിച്ചു കഴിഞ്ഞാൽ അവിടെ സെറിബെല്ലത്തിനെ എഫക്ട് ചെയ്യുമ്പോഴാണ് എന്ത് അതവിടെ സെറിബെല്ലത്തിന്റെ ഒരു ഫംഗ്ഷനെ അല്ലെങ്കിൽ ഈ ഒരു ബോഡി പോസ്ചർ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അതിനെ അങ്ങനത്തെ ഒരു കാര്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കും. ആ ഒരു അളവ് കുറയ്ക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ടൈമിൽ ഈ ഒരു ഡിസ്റപ്ഷനും കാര്യങ്ങളും വരുമ്പോഴായിരിക്കും എന്ത് ഈ ഒരു ബോഡി കോർഡിനേഷനും മൂവ്മെന്റ്സും കറക്റ്റ് ആയിട്ട് വരാതെ പല ആൾക്കാരും ഇപ്പൊ നമ്മൾ പറയും നാല് കാലുമ്മ പോവുക അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് സംസാരിക്കാതിരിക്കുക എന്നുള്ള കാര്യമൊക്കെ വരുന്നുണ്ടാവും. അതൊക്കെ ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു ഇഷ്യൂസ് ആണ് അവിടെ എന്ത് വരുന്നത് നമ്മൾ ഫോം ആവുന്നുണ്ടായിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും ഇനി അങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് കഴിഞ്ഞാൽ പറയാം. അല്ലെങ്കിൽ രണ്ട് കഴിച്ചിട്ട് ഫിറ്റ് ആയിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരോടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻ കറക്റ്റ് ആയിട്ട് പോകാത്തതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. സോ ഈ ഒരു എക്സാമ്പിൾ ഒക്കെ വെക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഇത് കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ കഴിയുന്നുണ്ടാവും. അപ്പൊ ആ ഒരു ആൽക്കഹോളിന്റെ കാര്യം നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി വെച്ചിട്ട് ആലോചിച്ചിരിക്കുക എന്നുള്ളത് മാത്രം. ദെൻ മോട്ടോർ ലേണിംഗ്. When you learn to perform a new skill such as riding a bike or hitting a baseball, you often go through a trial and error process. As you fine tune your motor movements, you eventually become better able to perform the skill, and eventually you can perform the action seamlessly. ഏതാ നമ്മളൊരു മോട്ടോർ ഫങ്ഷൻസ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഏതാ ഫിംഗർ ടെസ്റ്റ്, ടീസർ ടെസ്റ്റ്, ടി ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കൽസിലൊക്കെ ചെയ്യുന്നുണ്ട്.
അത് നിങ്ങക്ക് മനസ്സിലാവും. സോ, നമ്മളൊരു കളിക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു ബാഡ്മിന്റണോ, ബേസ്ബോളോ അല്ലെങ്കിൽ നമുക്കൊരു ബൈക്ക് റൈഡ് ചെയ്യണമെങ്കിൽ ഇപ്പൊ കാർ ഡ്രൈവ് ചെയ്യണമെങ്കിൽ ABC, ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച് അങ്ങനത്തെ മാനുവൽ കാർ ആകുമ്പോൾ അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ അധികം ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ അതിൽ നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് ഓരോ ടൈമിലും നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ അതെന്താ, നമ്മളൊരു മോട്ടോർ മൂവ്മെന്റ് അവിടെ കറക്റ്റ് ആയിട്ട് വരുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഒരു മോട്ടോർ ഫങ്ഷൻസ് ഓരോ സ്ഥലവും എങ്ങനെ ഇതാക്കണം, പ്രസ് ചെയ്യണം എന്നുള്ളൊരു കാര്യങ്ങൾ ലേൺ ചെയ്താലാണ് എന്ത്, നമുക്കത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം നമ്മള് ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഇത്രയാണ് നമ്മൾ ഇതിന്റെ മേജർ ആയിട്ടുള്ളൊരു ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ഏതൊക്കെയായിരുന്നു? കോർഡിനേറ്റിംഗ് ദ ബോഡീസ് വോളണ്ടറി മൂവ്മെന്റ്സ്, മെന്റൽ ഫങ്ഷൻസ്, ബാലൻസ് ആൻഡ് പോസ്റ്റർ, മോട്ടോർ ലേണിംഗ്. ദെൻ ഇത്ര കാര്യങ്ങളാണ് എന്ത്, മേജർ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. വോളണ്ടറി മൂവ്മെന്റ്സ് കോർഡിനേഷനും ബോഡി പോസ്റ്ററും മോട്ടോർ ലേണിംഗ് ഒക്കെ ഈസി ആയിട്ട് നമുക്ക് നോക്കി നോട്ട് ചെയ്ത് വെക്കാൻ പറ്റിയ ഏരിയയാണ്. ദെൻ conditions that affect the cerebellum. When your cerebellum is damaged, nerve cells break down and die can be cause the following. ഏതാ, നമ്മളെ സെറിബെല്ലത്തിന് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ പറ്റിക്കഴിഞ്ഞാൽ എന്തൊക്കെ രോഗങ്ങൾ വരും, അല്ലെങ്കിൽ എന്തൊക്കെ ഒരു ഇഷ്യൂസ് വരുന്നുണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് അറ്റാക്സിയ. എന്താണ്? ദ ലോസ് ഓഫ് കൺട്രോൾ വോളണ്ടറി മൂവ്മെന്റ്, ദ എബിലിറ്റി ടു മൂവ് യുവർ ബോഡി ദ വേ യുവർ ബോൺ. ഇപ്പൊ ഏതാ, നമ്മൾ ഈ പറയും പോലെ ടാക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഇപ്പൊ നമുക്കൊരു ലെഫ്റ്റിലേക്ക് തിരിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിയാൻ കഴിയുന്നുണ്ടാവില്ല. അതുപോലെ റൈറ്റിലേക്ക്, ഇനിയിപ്പോ അതുപോലെ തന്നെ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബെൽസ് പാൾസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം വരുന്നുണ്ട്. അതിപ്പോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതാ, നമ്മളൊരു ടീച്ചിങ് അല്ലെങ്കിൽ നമ്മളെ റൈറ്റ് ഹെമിസ്ഫിയറിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് ആയിട്ട് വായിക്കൊരു മൂവ്മെന്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു കൊച്ചി പിടിക്കുക എന്നുള്ള പറയാം, അല്ലെങ്കിൽ ഒരു കുളത്തിൽ പിടിക്കുക എന്നൊക്കെ പറയില്ല, ആ രീതിയിൽ. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ നമുക്കൊരു വോളണ്ടറി മൂവ്മെന്റിനെ ബാധിക്കുമ്പോ എന്ത് ചെയ്യും, ബോഡി കറക്റ്റ് ആയിട്ട് എങ്ങോട്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഏതാ, കറക്റ്റ് ആയിട്ട് ഒരു മൂവ്മെന്റും കാര്യങ്ങളും വരാതിരിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് ആവുക എന്നുള്ളത്. ഇപ്പൊ മേജർ ആയിട്ട് എന്നിട്ട് ഒരു ഫങ്ഷൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതന്നെ അത്യാവശ്യം ഒരു ഹെഡിങ് ആയിട്ടൊക്കെ എഴുതിയിട്ട് സ്കോർ ചെയ്യാൻ കഴിയുന്നത്. ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ എന്തൊക്കെയാ വരിക എന്നുള്ളത് നിങ്ങൾ കാര്യമായിട്ട് നോക്കിയാൽ മതി. ദെൻ കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ്, എ റിഡക്ഷൻ ഇൻ നമ്മളെ കൊഗ്നീഷനിൽ ഒരു പ്രശ്നം വരികയാണെങ്കിൽ എന്തൊക്കെ വരും? മേജറായിട്ട് എപ്പോഴും പറയുന്ന കാര്യങ്ങൾ തന്നെ, നമ്മൾ ഇതിന്റെ ഫങ്ഷൻസ് പഠിക്കുക, അല്ലെങ്കിൽ ഇതിന് വരുന്ന ഡാമേജ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവുന്നു ഓർത്താ ഫങ്ഷൻസ് കിട്ടും. ഫങ്ഷൻസ് ഓർത്തു കഴിഞ്ഞാൽ ഡാമേജ് വന്നാൽ എന്തൊക്കെ പറ്റും എന്നുള്ളതും ഓർക്കാൻ പറ്റും. എ റിഡക്ഷൻ ഇൻ കോൺഷ്യസ് മെന്റൽ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് തിങ്കിങ്, ലേണിംഗ്, മെമ്മറി ആൻഡ് കോൺസെൻട്രേഷൻ. കോഗ്നീഷനിൽ മൊത്തം പ്രശ്നം വരിക, ലേണിങ്ങിൽ പ്രശ്നം വരിക, തിങ്കിങ്ങിൽ പ്രശ്നം വരിക, മെമ്മറിയിൽ പ്രശ്നം വരിക, ദെൻ കോൺസെൻട്രേഷനിലും പ്രശ്നം വരിക എന്നുള്ളത്. Then dysnosia, involuntary contraction of muscles that normally work in cooperation, so that a body parts in held and unusual and painful position or as a result. ഏതാ, നമ്മളൊരു കറക്റ്റ് ആയിട്ട് മസിൽസും കാര്യങ്ങളൊക്കെ നോർമലി വർക്ക് ചെയ്യാതെ, അല്ലെങ്കിൽ അതിന്റെ കോർഡിനേഷനും കോർപ്പറൻസും ഇല്ലാതെ പെയിൻഫുൾ പൊസിഷനിലോ അല്ലെങ്കിൽ ഒരു സ്റ്റെക്കർ പൊസിഷനിലോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കുക. ദെൻ ട്രെമേഴ്സ്, നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെ, ഒരു വിറയല് അങ്ങനത്തെ ഒക്കെ ഒരു കാര്യങ്ങളൊക്കെ പറയാ. ഏതാ, ഇൻവോളണ്ടറി റിതമിക് കോൺട്രാക്ഷൻ ഓഫ് മസിൽസ് ദാറ്റ് ക്യാൻ ലെഡ് ടു ഷേക്കിംഗ് മൂവ്മെന്റ്സ് ഇൻ ദ ഹാൻഡ്സ്, ലെഗ്സ്, ഫേസ് ഓർ ഹെഡ് ഓർ വോക്കൽ കോഡ്സ്. അപ്പൊ നമ്മൾ പാർക്കിൻസൺ ഡിസീസ് ഒക്കെ പറയില്ലേ, ആ രീതിയിൽ ട്രെമേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കാനാണ്, വരുന്നതിനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. Next one is unsteady gait. Walking unsteadily or clumsily. A person with an unsteady gait may appear intoxicated even if that's not a case. ഏതാ, ഒരു അൺസ്റ്റഡി അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടൊന്നും അല്ലാതെ ഇപ്പൊ നമ്മള് സൂപ്പർ പോസ്റ്റർ എന്നൊക്കെ പറയും, ആ രീതിയിലൊക്കെ കറക്റ്റ് ആയിട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ എന്ത് ചെയ്യുക, ആ രീതിയിലൊക്കെ നടക്കാൻ നോക്കുക, അല്ലെങ്കിൽ അങ്ങനെ പോവുക എന്നുള്ള രീതിയിലൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടായിരിക്കും. ഓവറോൾ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ നമ്മളെ ഈ ഒരു ഇതിലൊരു പ്രശ്നം വരുമ്പോ, മേജറായിട്ട് നമ്മൾ ആ ഒരു ഫങ്ഷൻസിൽ പ്രശ്നം വരുമ്പോ ഏതൊക്കെ വരുന്നുള്ള, ഇനി നമുക്ക് നെക്സ്റ്റ് വൺ ഡിസ്ലെക്ഷ്യ ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഒരു കൃത്യമല്ലാതെ അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് രീതിയിലൊക്കെ നടക്കുക, അല്ലെങ്കിൽ ഏതാ, ആ ഒരു ഇത് പറ്റിയ ഒരാൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു
എന്തെങ്കിലും സബ്സ്റ്റൻസ് യൂസ് ചെയ്തിട്ടാണോ ഇവര് നടക്കുന്നത്, അല്ലെങ്കിൽ ആകെ ആടിക്കൊഴഞ്ഞ് ആ രീതിയിലൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം. ഒരുപാട് ഈ ഡിസോർഡേഴ്സിന്റെ പേരിൽ നമ്മളുടെ പല ആൾക്കാരും ഒരു സ്റ്റീരിയോ ടൈപ്പിങ്ങും നടക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാ ഏതാ കാര്യമായിട്ടുള്ളൊരു ഒരു സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ് അത്. സത്യം പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല. അത് ഒറിജിനൽ ആണോ അതോ റിയൽ ആണോ ഫേക്ക് ആണോ എന്തെങ്കിലും സബ്സ്റ്റൻസ് യൂസ് ചെയ്തിട്ടുള്ളതാണോ എന്ന്. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാർ അധികം ആൾക്കാരും പുറത്തേക്കൊന്നും ഇറങ്ങില്ല. പക്ഷെ എക്കണോമിക്കലി കുറച്ച് ലോ ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കൂടി ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഫോം ആവാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. Then vertigo, the dizziness sensation of spinning, then swaying or tilting, which is frequently associated with balance problems and often accompanied with nausea, vomiting, headache, or hearing loss. നമ്മളൊരു ഇയർ ബാലൻസ് പോയി കഴിഞ്ഞുള്ളൊരു അവസ്ഥയൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ ഒരു വീസിങ് തന്നെ ആ രീതിയിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞു പോവുക, അല്ലെങ്കിൽ തല ഇറങ്ങുക, അല്ലെങ്കിൽ ഇയർ ബാലൻസിന്റെ ഒരു മേജർ ആയിട്ടുള്ള ഒരു ബന്ധമായിട്ട് കെട്ടുന്ന. ഇപ്പൊ നമ്മൾ ഇയർ ബാലൻസിന്റെ ഒരു ഇതിൽ നമ്മളുടെ ഓവറോൾ ബാലൻസ് പോസ്റ്ററിൽ ഉണ്ടല്ലോ, അതിൽ സെറിബെല്ലത്തിന് വലിയൊരു റോൾ ഉണ്ട്. അപ്പൊ ആ രീതിയിലൊരു പ്രശ്നം വരുമ്പോ എന്ത് ചെയ്യും, ഈ ഒരു കാര്യം നന്നായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ അതുപോലെ തന്നെ എന്താ നോസിയ, ഒരു വൊമിറ്റ് ചെയ്യാതെ പോലെ നമ്മളൊരു ഓക്കാനം പറയില്ലേ, ആ രീതിയിൽ വരുന്നുണ്ടായിരിക്കാം. ഹെഡ് ഏക്ക് വരിക, പ്യുവറായിട്ട് വൊമിറ്റിംഗ് തന്നെ വരിക, ഒരു ഹിയറിംഗ് ലോസ്, നമ്മളെ കേൾവിക്കുറവ് വരിക, മൊത്തത്തിൽ ഇയർ ബാലൻസ് പോയിട്ടുള്ള ആൾക്കാരനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയും ഭയങ്കരമായിട്ട് പെട്ടെന്നൊക്കെ ആയിരിക്കും അവരുടെ ആ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരിക്കുക. ദെൻ അതിലിപ്പോ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇപ്പൊ കറന്റ് നമ്മളെ എയർപോർട്സ് ഒരു റീസെന്റ് സ്റ്റഡി പറഞ്ഞിട്ടുള്ള എന്താന്ന് വെച്ചാൽ യങ് അഡൽട്സിൽ ഒരു ഐ തിങ്ക് ഒരു 45% ആൾക്കാർക്ക് ഇയർ ബാലൻസ് ഇഷ്യൂസിന് കോസൽ ഫാക്ടർ ആയിട്ട് ഈ എയർപോർട്സിന്റെയും കാര്യങ്ങളുടെ ഒരു യൂസിങ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ അതൊരു റെലവന്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയിട്ട് തന്നെ നമുക്ക് പരിഗണിക്കാം. ദെൻ ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, ഏതാ ആ കാറ്റഗറി ഓഫ് ഡിസോർഡേഴ്സ് ഇൻക്ലൂഡിങ് പാനിക് ഡിസോർഡർ ആൻഡ് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ ദാറ്റ് ആർ മാർക്ക്ഡ് ബൈ എക്സസീവ് ഓർ ഇറാഷണൽ ആങ്സൈറ്റി ഓർ ഫിയർ ഓഫ് ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആൻഡ് ആക്ച്വൽ ത്രെഡ്. ഏതാ ആങ്സൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് നമ്മളെ സൈക്കോളജിക്കൽ കാര്യമാണ്, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയാൽ മതി എന്ന് മാത്രം. ഫിയർ ഓഫ് അപ്രഹെൻസീവ് ടെൻഷൻ ഓർ ഫിയർ, ഫീൽ ഓഫ് അപ്രഹെൻസീവ് ടെൻഷൻ ഓർ ഫിയർ എന്നുള്ളതിനാണ് ആങ്സൈറ്റി എന്ന് പറയുന്നുണ്ടാവുക. അപ്പൊ അവിടെ ഒരു പാനിക് ഡിസോർഡർ പോലെ വരുന്നുണ്ടാവുക, ഒരു സോഷ്യൽ ആങ്സൈറ്റി, ഒരു സൊസൈറ്റിയോടോ അല്ലെങ്കിൽ ഒരു ക്രൗഡിലോ ഒക്കെ നിൽക്കാൻ നമ്മളെ കോഗ്നിഷനെ ബാധിക്കുമല്ലോ. അപ്പൊ ആ ഒരു ടൈമില് ഈവൻ ബ്രെയിനിന്റെ ഏതെങ്കിലും ഒരു ഏരിയകളൊക്കെ തന്നെ കോഗ്നിഷനെ ബാധിക്കുന്ന രീതിയിലാണെങ്കിൽ തന്നെ പല ഡിസോർഡേഴ്സും നമുക്ക് വരാനുള്ള ഒരു ചാൻസ് വരുന്നുണ്ടായിരിക്കും. ദെൻ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, ലാസ്റ്റത്തെ ഈ 4 നമ്മളെ സൈക്കോളജിക്കലി സാധനങ്ങളാണ്. എ ഡെവലപ്മെന്റൽ കണ്ടീഷൻ ദാറ്റ് കോസസ് ഇമ്പയർമെന്റ് ഇൻ സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ചെറുവെള്ളത്തില് നമ്മള് തോട്ട്, അതേപോലെ തിങ്കിങ്, ലേണിംഗ് ഒക്കെ പറഞ്ഞു. അപ്പൊ ഇതുള്ള ആൾക്കാർക്കൊക്കെ എന്താന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ഓട്ടിസത്തിന്റെ മേജർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അവർക്ക് എന്താ കാര്യമായിട്ടുള്ള രീതിയിൽ ഈ ഒരു ഇതൊന്നും ഐ കോണ്ടാക്റ്റും കാര്യങ്ങളും സംസാരിച്ചിരിക്കുക എന്നുള്ളതൊന്നും അവർക്ക് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ ആ രീതിയിൽ അവിടെ എന്ത് ചെയ്യും, മേജർ ആയിട്ടുള്ള ഒരു കാര്യങ്ങളിൽ എന്ത് വരും, ഒരു ഫങ്ഷനും കാര്യങ്ങളതിനൊക്കെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡിസ്ലെക്ഷ്യ. ആ ഒരു ലേണിംഗ് ഡിസോർഡർ, നമ്മളെ സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡറിന്റെ അണ്ടറിൽ വരുന്ന ഡിസ്ലെക്ഷ്യ, ഡിസ്കാൽക്കുലിയ, ഡിസ്ഗാംഗ്ലിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 വരുന്നുണ്ട്. ഡിസ്ലെക്ഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ എ ഡിസോർഡർ ദാറ്റ് മേക്സ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു പ്രോസസ് സ്പീച്ച് ആൻഡ് റിസൾട്ട്സ് ഇൻ പ്രോബ്ലം വിത്ത് റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പെല്ലിംഗ്. ഇവർക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പോ കാർ എന്നുള്ളതിനൊക്കെ അവർ വായിക്കുന്നുണ്ടാവുക ക്രാ, അല്ലെങ്കിൽ ആർക്ക്, ആ രീതിയിലൊക്കെ ആയിരിക്കും വായിക്കുന്നുണ്ടാവുക. ഒരിക്കലും അത് കംപ്ലീറ്റ് ആക്കിയിട്ട് വായിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ക്രാബ് എന്നുള്ളതിന് കാർബ്, അങ്ങനെ അങ്ങനെ സാപ്പ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റിയിട്ട് എ ഫോർ ആപ്പിൾ എന്നുള്ളതിന് പകരം എ ഫോർ ആൽപ്പിൾ, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ എന്ത് ചെയ്യും, സ്പെല്ലിങ് തെറ്റി വായിക്കുക, കറക്റ്റ് ആയിട്ട് വായിക്കാതൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കുക. അതെന്താന്ന് വെച്ചാൽ ലേണിംഗ് നമ്മൾ പറഞ്ഞു, ലാംഗ്വേജും ലേണിങ്ങിലും സ്പീച്ചിലൊക്കെ എന്തുണ്ട്, നമ്മളെ വലിയൊരു റോള് സെറിബെല്ലം വഹിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പർപ്പസിലാണ് എന്ത് ആ ഒരു കാര്യം വരാതിരിക്കുന്നുണ്ടാവുക. നെക്സ്റ്റ് വൺ ഈസ് സ്കിസോഫ്രീനിയ, എ സൈക്കോട്ടിക് ഡിസോർഡർ characterized by disordered perception, thoughts, emotion and
ബിലീഫ്സ് ദാറ്റ് ആർ നോട്ട് കണക്റ്റഡ് ടു റിയാലിറ്റി. സ്കിസോഫ്രീനിയനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. പക്ഷെ അത് ക്രോണിക് ആയിട്ടുള്ള ഡിസോർഡർ ആണ്. നമ്മൾ നോർമലി പറയുന്ന ഒരു മെന്റൽ ഡിസോർഡർ അല്ലെങ്കിൽ ഒരു ഭ്രാന്ത് എന്നൊക്കെ പറയില്ല, ആ രീതിയിൽ ഒരു ഫാൾസ് പെർസെപ്ഷൻ അല്ലെങ്കിൽ ഒരു ഹാലുസിനേഷൻ അല്ലെങ്കിൽ ഒരു ഫാൾസ് ഓർ അൺഷേക്കബിൾ ബിലീഫ്, ദാറ്റ് മീൻസ് ഡെലൂഷൻ, അങ്ങനത്തെ ഇല്ലാത്ത കാര്യം ഉണ്ട് തോന്നുക, അങ്ങനത്തെ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. ആ രീതിയിലുള്ള ഒരു ഇതും നമ്മളെ കോഗ്നിഷനിൽ പ്രശ്നം വരുമ്പോഴാണ് അങ്ങനെ വരുന്നുണ്ടായിരിക്കാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇതിന്റെ അനാട്ടമിക്കൽ സ്ട്രക്ചർ ആൻഡ് ഡിവിഷൻ ആണ് പറയാനുള്ളത്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും പറയുന്നുണ്ടായിരിക്കാം. ഇത്രയും കാര്യങ്ങൾ മതി. ഇപ്പൊ നമ്മളെ സെറിബെല്ലം എന്താന്ന് പറഞ്ഞു, അതിന്റെ ഇൻട്രോ പഠിച്ചു, അതിന്റെ ഫങ്ഷൻസും കാര്യങ്ങളും പഠിച്ചു. ഇത്രയാണ് നമ്മളെ ഫസ്റ്റ് ഈ ഒരു വീഡിയോയിൽ മൊഡ്യൂൾ 3 പറ്റിയിട്ട് ഫസ്റ്റ് ആയിട്ട് പറയാനുള്ളത്.